ഹലോ, അപ്പം നമ്മുടെ ഓണം സദ്യ റെസിപ്പി സീരീസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പിങ്ക് പാലട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ടൊരു പിങ്ക് പാലട. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ലിറ്റർ ഫുൾ ക്രീം മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ 4 ലിറ്ററിൻ്റെ കുക്കറിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുക്കർ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. ചോറ് വയ്ക്കുന്ന കുക്കറോ അല്ലെങ്കിൽ അധികം കറികളൊന്നും വയ്ക്കാൻ യൂസ് ചെയ്യുന്ന കുക്കർ എടുക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇതിനകത്തേക്ക് ഞാനൊരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 to 6 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ നന്നായിട്ട് തിള വരാൻ തുടങ്ങും. ആ തിള വന്ന് ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വയ്ക്കാം. ഈ പാലിന് നമ്മൾ പിങ്ക് കളർ കൊണ്ടുവരുന്നതിൻ്റെ മെയിനായിട്ടുള്ള കുക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ലോ കുക്കിംഗ് ആണ്. അതായത് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ നമ്മൾ ലിഡ് അടച്ച് വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു 1 hour to 20 മിനിറ്റ്സ് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ ഫ്ലെയിമിൻ്റെ ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിൽ വരും. വിസിൽ വന്ന ഏറ്റവും മാക്സിമം ഒരു വിസിൽ വരും. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഏറ്റവും ലോവസ്റ്റ് മോഡിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിലൊന്നും വരില്ല. ഒരു 1 hour മിനിമലി നമ്മളത് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ കീപ്പ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ ഞാനിതിൻ്റെ ലിഡിട്ട് അടച്ചിട്ടുണ്ട്. അതിനകത്ത് വെയിറ്റ് കൂടി ഇട്ടിട്ട് 1 മണിക്കൂർ അങ്ങനെ വയ്ക്കാം. അപ്പോൾ ഞാനിനി ഇത് കുക്കാവുന്ന സമയത്തേക്ക് നമ്മുടെ അട പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളുടെ ഇത്രയും 2 ലിറ്റർ പാലിലേക്ക് ഒരു 125 grams ഓഫ് അട ഞാൻ എടുത്തിട്ടുണ്ട്. ഈ അട ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സിൽ അട നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ റെഡി ആയതിന് ശേഷം നമ്മൾ ഈ അടേനെ ഒരു റണ്ണിങ് വാട്ടറിൽ ഒന്ന് കഴുകി കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ പശയെല്ലാം പോയിട്ട് വാല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് പായസത്തിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആഫ്റ്റർ 2 hours ഓഫ് കുക്കിംഗ് ആണ് നമ്മുടെ പാലിൻ്റെ കളറാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല പിങ്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ക്യാമറയിൽ നന്നായിട്ട് കാണുന്നില്ല, പക്ഷേ നല്ല പിങ്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് പാല്. അപ്പം ടോട്ടൽ 2 hours ആണ് നമ്മൾ കുക്ക് ചെയ്തത്. ലോവസ്റ്റ് ഫ്ലെയിമിൽ ഒരു 1 hour അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അണ്ടർ പ്രഷറും നമ്മൾ ഒരു 1 hour വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ കളർ കിട്ടിയത്. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വാല വെച്ചിട്ടുണ്ടായിരുന്ന അട ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പഞ്ചസാര മധുരം നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ എല്ലാ പായസത്തിലും നമ്മളൊരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ ആദ്യം ഉരുളി വെച്ചപ്പോൾ അതിനകത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലട എന്ത് പായസം ഉണ്ടാക്കുമ്പോഴും പെട്ടെന്ന് ഉരുളിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നത്. ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ പാലൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ഈ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി വന്നപ്പോൾ നമ്മുടെ പായസം ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പിങ്ക് പാലട റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എല്ലാ ഓണത്തിനും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷോർട്സും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കുക. ബൈ ഫ്രം M4 Foodie.